പുഷ്പ 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 പുഷ്പ. നീ എന്ത് പറഞ്ഞാലും കളിയാക്കരുത് പ്രസാദേ. ആ കത്തിക്കണ്ടേ ഞാൻ കുത്തിക്കൊള്ളടാ. ഞാൻ ശവത്തെ കുത്താറില്ല. ഞാൻ പറഞ്ഞു കൊടുക്കട്ടോ. ഡേയ് ഞാൻ പറയട്ടെ, ഒരു സിനിമേന്റെ സെക്കൻഡ് പാർട്ട് ഇത്ര നിർബന്ധമാണോ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. അല്ലെങ്കിൽ അത് എടുക്കുമ്പോ ഒരു മെനക്കെടുത്തൂടെ? അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്തനം പറയണ. നോക്ക് ഇത് നോക്ക്. എന്റെ പൊന്നെ, നാടകം തോറ്റു. നാടകം ഏഷ്യാനെറ്റിലോടുന്ന സീരിയലെല്ലാം ഇട്ടുകൊണ്ട് വന്നിരുന്ന ഇതിനെക്കാളും വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റിയാണ്. അല്ലെങ്കിലും ഇതൊക്കെ വേലായുധം കേക്കണം. എന്റെ ഈ കഷ്ടപ്പാട് കാണാൻ ഇവിടെ ആർക്കും കണ്ണില്ലല്ലോ. പറയുന്നത് കേട്ട് തോന്നും ഈ ലോകത്ത് വേറെ ആരും കഷ്ടപ്പെടില്ലെന്ന്. അയ്യാ ചത്തുകൊണ്ടിരിക്കുന്നു. ആരെ? ഞാൻ തന്നെ. പുഷ്പ ദ റൈസ് പോലെ, പക്ഷേ രണ്ടാം ഭാഗം പുഷ്പ ദ റൂൾ ആളിക്കത്തിയോ അതോ പാളിയോ? ഒരു പണിയില്ലടേ ഇതിനൊക്കെ. ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കണത്. ഇവിടെ ഇനി തൊലഞ്ചു പോകാൻ ഒന്നും ഇല്ല. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫ് വേറെ അത്ര കുഴപ്പമില്ലാതാണ് പോയത്. സെക്കൻഡ് ഹാഫ് തൊട്ട് പടം സീരിയൽ പോലെ ആയിപ്പോയി. മാഷ് ഗാനമേള തുടങ്ങി അവസാനിപ്പിക്കുന്നവരെ ആളുകൾ നിർത്താതെ കൂവല്ലായിരുന്നു. അത് ശരിയാ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ചന്ദനം കടത്തുന്നത് കാണാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് ചന്ദന മഴ സീരിയൽ പോലെയാണ് തോന്നിയത്.